പൊന്നാനി ഡയാലിസിസ് സെന്ററിന് ദമാം പൊന്നാനി വെൽഫെയർ കമ്മിറ്റിയുടെ സഹായഹസ്തം ധനസഹായം നഗരസഭയ്ക്ക് കൈമാറി. ഡയാലിസിസ് സെന്റർ പ്രവർത്തന ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ദമാം പൊന്നാനി വെൽഫെയർ കമ്മിറ്റി സഹായം നൽകിയത്. ചെയർമാൻ ശിവദാസ് ആറ്റുപുറം തുക ഏറ്റുവാങ്ങി. പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം എത്തിക്കുന്നതിനുള്ള ഏതൊരു ഉദ്യമവും തങ്ങളുടെ ദൗത്യമാണ് എന്ന് കരുതി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവാസി സംഘടനയാണ്. പ്രത്യേകിച്ച് ദമാം പൊന്നാനി വെൽഫെയർ കമ്മിറ്റി. ആ ഘടകം കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുൻ വർഷങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് പൊന്നാനിയിലെ ഏറ്റവും കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, സാന്ത്വന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാനി നഗരസഭ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ഇപ്പോഴുള്ള പ്രതിസന്ധികളെ മുറിച്ചു കടക്കുന്നതിനുള്ള നഗരസഭാ ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും പൂർണ്ണമായ സഹകരണത്തോടു കൂടിയുള്ള ധനസമാഹരണ യജ്ഞവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നിവിടെ നമുക്ക് അവർ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഫണ്ട് കൈമാറുന്നത്. ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മളെ സംബന്ധിച്ചത്. രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയ കെട്ടിടത്തിൻ്റെ വർക്ക് തുടങ്ങിയത് അറിയുകയും ചെയ്യാമല്ലോ. അസൗകര്യങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും നമ്മൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ചെങ്കിൽ പോലും ഉള്ള സൗകര്യത്തിൽ നമ്മൾ നിലവിലുള്ള രോഗികൾക്ക് ഡയാലിസിസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നിങ്ങളെപ്പോലുള്ള കൂട്ടായ്മ വ്യക്തികളും പ്രവാസി കൂട്ടായ്മകളും അല്ലാത്തവരൊക്കെ നാട്ടുകാരൊക്കെ പരമാവധി സഹായിക്കുന്നതുകൊണ്ടാണ് ഏകദേശം 1 കോടി രൂപയോളം ചിലവ് വരുന്ന ഒരു വർഷം ചിലവ് വരുന്ന ഈ ഡയാലിസിസ് വളരെ ഭംഗിയായ രീതിയിൽ, അപ്പോൾ ഞാൻ ഭംഗിവാക്കിയാൻ പറയല്ല, അത് മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്ന വാക്കാണ്. ഭംഗിയായ രീതിയിൽ തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകും. ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി.കെ. സക്കറിയ മുഹമ്മദ്, വി. അബൂബക്കർ, കുഞ്ഞു മുഹമ്മദ് കടവനാട്, വി. ഉസ്മാൻ, ജമാൽ, അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.